Today we will discuss some problem. The first question is, നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ ചെയ്തു അല്ലേ? അപ്പോൾ ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 3 പാർട്ട് ചെയ്യാനായിട്ടുണ്ട്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഷോ ദാറ്റ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിക്കണം. വേർ വെക്ടർ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു y square minus 6xy plus 6i plus 2xy minus 3x square minus 2yj is independent of the path C between minus 1, 0 and 3, 4. അപ്പോൾ ഈ ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണ് എന്ന് കണ്ടുപിടിക്കണം. പാത്തും തന്നിട്ടുണ്ട്, വെക്ടർ എഫും തന്നിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് എ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫൈ ഫോർ വെക്ടർ എഫ്. അപ്പോൾ വെക്ടർ എഫിന്റെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫൈ കണ്ടുപിടിക്കണം. അടുത്തത് ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. ഇന്റഗ്രൽ ഓവർ -1, 0 to 3, 4 എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ഓരോന്നായിട്ട് ചെയ്തു കൊടുക്കാം. അപ്പൊ എ പാർട്ട് നമ്മൾ ആദ്യം ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണെന്ന് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണ്ടേ? ഡോ പി ബൈ ഡോ വൈയും ഡോ ക്യൂ ബൈ ഡോ എക്സും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണ്ടേ. ഇത് 2 വേരിയബിൾസേ ഉള്ളൂ. എക്സ് വൈ എന്ന് പറഞ്ഞാൽ 2 വേരിയബിൾസ് ഉള്ളതുകൊണ്ട് ഒറ്റ കണ്ടീഷൻ മാത്രമേ ചെക്ക് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പി എന്താ ക്യൂ എന്താന്ന് എടുക്കാം. ഹിയർ പി ഈക്വൽ ടു വൈ സ്ക്വയർ മൈനസ് 6xy plus 6 and q equal to 2xy minus 3x square minus 2y. പിയും ക്യൂവും കിട്ടി. നമ്മൾ എന്ത് ചെയ്യുക? ഡോ പി ബൈ ഡോ വൈ കണ്ടുപിടിക്കുക. ഡോ പി ബൈ ഡോ വൈ എന്ന് പറയുന്നത് എന്തോരും? ഇതാണ് പി. വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2y മൈനസ് 6x കിട്ടും. അതുപോലെ ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്ത് വരും? 2y മൈനസ് 3 into 2 6x. സെയിം അല്ലേ? അപ്പൊ നമുക്ക് കിട്ടി ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ്. Therefore, by component test for conservative fields, vector f is conservative. എഫ് കൺസർവേറ്റീവ് ആണ് കിട്ടി. ആൻഡ് ഹെൻസ് കൺസർവേറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്തായിരിക്കും? ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് എന്ന് പറയാം. ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ബിറ്റ്വീൻ ഷോർട്ടായി എഴുതാണ്. ബിറ്റ്വീൻ -1, 0 and 3, 4. അപ്പോൾ നമുക്ക് എ പാർട്ട് കിട്ടി. ഇത് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണെന്ന് കിട്ടി. ഇനി അടുത്തത് നമുക്ക് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഫൈ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അപ്പൊ അതിനായിട്ട് എന്താ ചെയ്യാൻ നോക്കാം. അപ്പൊ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ നമുക്കറിയാം. ഇവിടെ 2 കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി. അപ്പൊ എഫ് കൺസർവേറ്റീവ് ആയതുകൊണ്ട് ദർ ഇസ് എ ഫംഗ്ഷൻ. അങ്ങനെ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സിൻസ് വെക്ടർ എഫ് ഈസ് conservative, there exists a function phi such that del phi equal to vector f. അപ്പോൾ del phi equal to vector f ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാ? വെക്ടർ എഫ് എന്ന് പറയുന്നത് എന്താ? അത് del phi എഴുതാം. ഡോ phi by ഡോ എക്സ് ആയി പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ which is equal to എഫ് എന്ന് പറഞ്ഞാൽ പി ഐ പ്ലസ് ക്യൂ ജി.
അപ്പൊ രണ്ട് ഫങ്ഷൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അപ്പൊ therefore ഡോ ഫൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു എന്ത് ചെയ്യാ, പി ആണ് അല്ലെ. വിച്ച് ഈസ് ഈക്വൽ ടു പി എന്ന് പറയുന്നത് എന്താ, നമ്മൾ ആദ്യം എഴുതിയായിരുന്നു വൈ സ്ക്വയർ മൈനസ് 6xy പ്ലസ് 6. ഇത് ഇക്വേഷൻ നമ്പർ 1. അടുത്ത ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് പറയുന്നത് എന്ത് വരും, ക്യൂ, വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ എന്ന് പറയുന്നത് 2xy മൈനസ് 3x സ്ക്വയർ പ്ലസ് 2y. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ആദ്യത്തെ ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇന്റഗ്രേറ്റ് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ y എന്തായിട്ട് എടുക്കണം, കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കണം. കൺസിഡറിങ് y ആസ് എ കോൺസ്റ്റന്റ്, കൺസിഡറിങ് y ആസ് എ കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് എന്ത് വരും, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫൈ ഓഫ് എക്സ് വൈ ഈക്വൽ ടു വൈ സ്ക്വയറിന്റെ ഇന്റഗ്രേഷൻ എക്സ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എക്സ് വൈ സ്ക്വയർ ഇവിടെ ചെയ്യുമ്പോൾ 6x സ്ക്വയർ വൈ ബൈ 2. അപ്പൊ ഇത് കട്ട് ചെയ്താൽ 3 വരും. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6x. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, പിന്നെ ലാസ്റ്റ് ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും. അപ്പൊ അത് y കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തുകൊണ്ട് അത് വേണമെങ്കിൽ ഒരു y-ന്റെ ഫംഗ്ഷൻ ആവാം അല്ലെ. അപ്പൊ നമ്മൾ അതിനെ ഒരു g ഓഫ് y എന്ന് എഴുതി. അപ്പൊ ഇതിനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും, എക്സ് വൈ സ്ക്വയർ മൈനസ് 3x സ്ക്വയർ വൈ പ്ലസ് 6x പ്ലസ് g ഓഫ് y. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷന് വിത്ത് റെസ്പെക്ട് ടു y നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പോകണം. ഇത് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു y. ഡിഫറൻഷിയേറ്റിംഗ് equation 3 differentiating equation 3 with respect to y. അപ്പോൾ അതും പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത ഡോ ഫൈ ബൈ ഡോ വൈ ഈക്വൽ ടു ഇവിടെ നമുക്ക് 2xy മൈനസ് 3x സ്ക്വയർ, ഇവിടെ 6xന്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് g ഓഫ് yന്റെ ഡെറിവേറ്റീവ് എന്ത് വരും, വിത്ത് റെസ്പെക്ട് ടു y ആ ചെയ്യുന്നത്. g എന്ന് പറഞ്ഞാൽ yന്റെ മാത്രം ഫംഗ്ഷനാണ്, സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് അല്ല വരിക, ഓർഡിനറി ഡെറിവേറ്റീവ് ആണ് വരിക. അപ്പൊ g ഡാഷ് ഓഫ് y എന്ന് കിട്ടും. ഇപ്പൊ നമുക്ക് കിട്ടിയ ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ നമ്പർ 2ഉം ഇക്വേഷൻ നമ്പർ 4ഉം കൂടെ ഒന്ന് കമ്പയർ ചെയ്യാം. കമ്പയറിങ് ഇക്വേഷൻ നമ്പർ 2 and 4. അപ്പൊ എന്ത് കിട്ടും, 2xy ഇവിടെയുണ്ട്, മൈനസ് 3x സ്ക്വയർ ഇവിടെയുണ്ട്, ഇല്ലാത്ത ഏതാ 2y എന്ന് പറയുന്നത് g ഡാഷ് ഓഫ് yയും അപ്പൊ ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, therefore g ഡാഷ് ഓഫ് y ഈക്വൽ ടു എന്ത് കിട്ടും, 2y എന്ന് കിട്ടും. therefore നമ്മൾ അവിടെ എഴുതിയതിൽ ജസ്റ്റ് മിസ്റ്റേക്ക് ഇട്ടുന്നു അല്ലെ, -2y ഇല്ല, ഇവിടെ -2y ആയിരുന്നേ. അപ്പോ therefore g ഡാഷ് ഓഫ് y ഈക്വൽ ടു -2y എന്ന് കിട്ടി. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തപ്പോ അപ്പൊ അതിൽ g ഓഫ് y കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക, ഇത് ഇക്വേഷൻ നമ്പർ 5 നമ്മൾ ഒന്നും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ഇക്വേഷൻ 5 വിത്ത് റെസ്പെക്ട് ടു എന്താ y ആണ്. അപ്പൊ അത് സാധാരണ ഡെറിവേറ്റീവ് ആണ്, പാർഷ്യൽ ഡെറിവേറ്റീവ് അല്ലാത്തതുകൊണ്ട് എന്തൊരു g ഓഫ് y ഈക്വൽ ടു വി ഗെറ്റ് g ഓഫ് y ഈക്വൽ ടു
മൈനസ് 2y² 2. ഇപ്പൊ 2 2 കട്ട് ചെയ്ത് -y² ആവും. ഒരു കോൺസ്റ്റന്റും കൂടി ഉണ്ടാവും. അപ്പൊ അത് നിന്റെ ഫംഗ്ഷൻ ആയിരിക്കില്ല, അത് ശരിക്കും കോൺസ്റ്റന്റ് തന്നെയായിരിക്കും. അപ്പൊ -y² + c നീട്ടി. അപ്പൊ ഇതാണ് g(y). അപ്പൊ നമുക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. നമ്മൾ ആദ്യം കണ്ടുപിടിച്ച φ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് g(y) ഇൻ ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ നമ്പർ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? φ = xy² - 3x² y + 6x - y² + c നീട്ടി. ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ φ എന്ന് പറയുന്നത്. ഇനി ഒരു സി പാർട്ടും കൂടി ഉണ്ട് അല്ലേ, അതെന്താ നോക്കാം. അപ്പൊ സി പാർട്ടിൽ പറഞ്ഞേക്കുന്നത് ഇന്റഗ്രൽ കാണാനായിട്ടില്ല, ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത്. അപ്പൊ ഇന്റഗ്രൽ -1 0 2 3 4 വെക്ടർ f ഡോട്ട് dr ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ -1 0 2 3 4 f എന്ന് പറഞ്ഞത് ∇φ ആണ്, ∇φ ഡോട്ട് dr എഴുതാം അല്ലെ. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതുമായിരുന്നു? നമുക്കൊരു തിയറം ഉണ്ട് അല്ലെ, നമ്മൾ മുന്നേ പഠിച്ച ഫസ്റ്റ് തിയറം വെച്ചിട്ട് നമുക്ക് പറയാം ഇത് വിച്ച് ഈസ് ഈക്വൽ ടു φ ഓഫ്, ഇത് എയും ഇത് ബിയും ആണെങ്കിൽ φ ഓഫ് b മൈനസ് φ ഓഫ് a ആയിരിക്കും. അപ്പോൾ φ ഓഫ് 3 4 മൈനസ് φ ഓഫ് -1 0 ആയിരിക്കും. അപ്പൊ φ ഓഫ് 3 4 എത്രയാ? അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. φ ഓഫ് x നമ്മൾ കണ്ടുപിടിച്ചു, 3 × x² എന്ന് പറയുമ്പോൾ ഇവിടെ 3² വരും അല്ലേ. 3² എന്ന് പറയുമ്പോൾ φ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ xy² - 3x² y + 6x - y² + c. അതിൽ എക്സിന്റെ വാല്യൂ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. y² എന്ന് പറയുമ്പോൾ 4² -3 × 3² × 4 + 6 × 3 -4² + c മൈനസ് ഈ വാല്യൂസ് x y². x എന്ന് പറയുമ്പോൾ -1, y² എന്ന് പറയുമ്പോൾ 0 -3. അപ്പൊ ഈ y-ന്റെ ടേം വരുന്നിടത്തൊക്കെ 0 ആയിരിക്കും. അപ്പൊ ഇവിടെ 0 ആയി, ഇവിടെ 0 ആയി. അടുത്ത y-ന്റെ ടേം ഉണ്ടോ? ഇല്ല. അവിടെ നമുക്ക് എന്ത് വരും? -6 വരും. അടുത്ത് y-ന്റെ ടേം ഉണ്ട്, അപ്പൊ അവിടെ 0 വന്നു + c. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3 × 4² 16 × 3. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് കുറച്ചൊക്കെ എടുക്കാം. 3 എന്ന് പറയുന്നതൊക്കെ ഏകദേശം കോമൺ ആയിട്ടൊക്കെ എടുക്കാം. അപ്പൊ ഇതെല്ലാം കൂടെ മൊത്തത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കിട്ടാം -58. പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു -6 ഉണ്ട്. അപ്പൊ +6 ടോട്ടൽ എത്ര വരും? -52 വരും. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. ഇത് നമ്മൾ കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്താൽ മതി. 3 × 4² -3 × 3² × 4 + 6 × 3 -4². അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ആൻസർ -58 കിട്ടും. പിന്നെ ഈ 6 കൂടെ ഇതിലൂടെ ആഡ് ചെയ്താൽ -52 കിട്ടും. ഇനി ഇതേ ക്വസ്റ്റ്യൻ 3 വേരിയബിൾസ് ഉണ്ട്. അതുപോലെ സ്പേസിലുള്ളതാണെങ്കിൽ ജസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, നമ്മൾ മുന്നേ ചെയ്ത പോലെ φ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനാണെങ്കിൽ ആ പോയിന്റ്സ് ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. x y z എന്ന് പറഞ്ഞാൽ 3 വാല്യൂസും കൂടെ എക്സ്ട്രാ വരുന്നുള്ളൂ, ഒരു വാല്യൂ കൂടെ എക്സ്ട്രാ വരുന്നേ ഉള്ളൂ. അപ്പോൾ 2 വേരിയബിളിന്റെ കേസ് പഠിച്ചാൽ തന്നെ നമുക്ക് 3 വേരിയബിൾസിന്റെ പ്രോബ്ലംസും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലെ മോഡൽ ഒരുപാട് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക.